നമസ്കാരം. എനിക്ക് NRIസിനായിട്ട് ഒത്തിരി വെൽത്ത് ക്രിയേഷൻ ചെയ്യണേലും ഒരു ഭാഗമാകാനായിട്ട് പറ്റിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യാനും അവരുടെ അസറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കാനും എന്നിട്ട് അവരുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ഗോൾ അനുസരിച്ചിട്ട് എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും അതിന് വേണ്ടിയിട്ട് ഒത്തിരി അവരുടെ ഈ ജേണിയിൽ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്, എൻ്റെ കമ്പനിയിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇനീഷ്യൽ ടൈമിൽ മിക്ക സെറ്റിലായിട്ടുള്ള NRIസിനെ കാണുമ്പോൾ അവർക്ക് ഒത്തിരി റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർക്ക് ചില ആൾക്കാർക്ക് 3, 4, 5 ഒക്കെ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ലാൻഡായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ വീട് പണിതിട്ടുണ്ടാവും, റെൻ്റൊക്കെ കിട്ടും എന്നുള്ള ഹോപ്പിലേക്ക് ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്വന്തമായിട്ടുള്ള വീടാണെങ്കിലും നല്ല രീതിയിൽ അവർ പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ പൊതുവെ എനിക്ക് അവരുടെ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു തോന്നലുകളും മിസ്റ്റേക്കുകളായിട്ട് അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്താണ് നടക്കണം എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഏർലി സ്റ്റേജിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ യങ് ആയിരിക്കുന്ന ടൈമിൽ അവർ ചിലപ്പോൾ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലൊക്കെ പോയി അല്ലാന്നുണ്ടെങ്കിൽ NRI ഒക്കെ ആയിരിക്കുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ പൈസ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് ചിലപ്പോൾ ലോൺ എടുത്തായിരിക്കും, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഒരു പറമ്പ് വാങ്ങുക, വീട് വയ്ക്കുക എന്നുള്ളതായിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെ വീടൊക്കെ വയ്ക്കും. അപ്പോൾ അവരുടെ ഒരു 25-30 വയസ്സിലൊക്കെ ആയിരിക്കും അവർ വീട് വെച്ചേക്കുന്നത്. അങ്ങനെ ഇപ്പോൾ 45 വയസ്സൊക്കെ അല്ലെങ്കിൽ 50 വയസ്സൊക്കെ ഇരിക്കുന്ന ടൈമിൽ അവർക്കുള്ള പ്രശ്നം വെച്ചാൽ ഇത് പഴയ ഫാഷൻ അനുസരിച്ചുള്ള വീടാണ് പണിതിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അത് അവർക്ക് അത്ര കംഫർട്ട് ആയിരിക്കില്ല. അപ്പോൾ അത് ആദ്യം ആ ഇൻവെസ്റ്റ് ചെയ്ത പൈസ മൊത്തം ഒരു നഷ്ടത്തിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഇനീഷ്യൽ ടൈമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടെന്നുള്ള ആലോചിച്ചിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ റിട്ടയർമെൻറ്റിന് അടുക്കാറാവുന്ന സമയത്ത് വീട് വയ്ക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. അപ്പോൾ നമുക്കിപ്പോൾ എന്തൊക്കെയാണോ നമ്മുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചുള്ള സാധനങ്ങൾ, ഫർണിച്ചറുകൾ, അതേമാതിരി വേണ്ട ഫെസിലിറ്റികൾ ഇതെല്ലാവരും എൻഷുർ ചെയ്തിട്ട് നമുക്ക് വീടുകൾ വയ്ക്കാൻ പറ്റും. ഈവൻ ഫ്ലാറ്റുകൾ വാങ്ങുമ്പോൾ പോലും ആണെങ്കിലും നമ്മൾ ഒരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷം മുന്നൊക്കെ വാങ്ങിയ ഫ്ലാറ്റിൽ ചിലപ്പോൾ വേണ്ട ഫെസിലിറ്റികളൊന്നും ഉണ്ടാവില്ല. ഈവൻ സ്വിമ്മിംഗ് പൂൾ പോലും ഉണ്ടാവില്ല. ഇപ്പോഴത്തെ കാലത്ത് സ്വിമ്മിംഗ് പൂളൊന്നും ഇല്ലാത്തൊരു ഫ്ലാറ്റിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. എസ്പെഷ്യലി NRI ആയിട്ടൊക്കെ തിരിച്ചു വരുമ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഏർലി സ്റ്റേജ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പൊതുവേ അത്ര ഒരു നല്ല കാര്യമായിട്ടുള്ള ഒരു വിഷയമല്ല, ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഒരു വീടുണ്ടാവും നാട്ടിൽ, ആ വീട് ഒത്തിരി റിനോവേറ്റ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ കുറേ പൈസ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൽ ചിലപ്പോൾ പാരൻസ് താമസിക്കായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ ഓണർഷിപ്പ് ഉള്ളത് പാരൻസിൻ്റെ പേരിലായിരിക്കും. അപ്പോൾ നമ്മൾ അതിൽ NRIs അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ വീട് വയ്ക്കാനും ഇതിനെല്ലാം ഒത്തിരി പൈസ ചിലവാക്കിയിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ ഒരു അധികാരം നിങ്ങൾക്കല്ല, അവർക്ക് ചിലപ്പോൾ ആ വീട് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല, ചിലപ്പോൾ അത് നിങ്ങളുടെ സിബ്ലിങ്സിനൊക്കെ ഭാഗം വെച്ച് കൊടുക്കേണ്ടതൊക്കെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ പൈസ ഇൻവെസ്റ്റ് ചെയ്ത പൈസ മൊത്തം നമുക്ക് ഒരു വലിയൊരു നഷ്ടമായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഞാനിതൊരു ഫാമിലിയിലൊക്കെ തല്ലെടുത്തുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, പക്ഷേ ഇതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ ഇതെല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇനി നമ്മൾ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരു ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. ഇനി അതല്ല നമുക്ക് കിട്ടും എന്നുള്ളൊരു ആശയിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ബുദ്ധിപരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇത് എപ്പോഴും പറമ്പിന് അല്ലെങ്കിൽ വീടുകൾക്കൊക്കെ റിനോവേഷനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെയും പല നഷ്ടം വന്നിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത കാര്യം വെച്ചാൽ ഇപ്പോൾ പറമ്പ് വാങ്ങുക, വീട് വയ്ക്കുക, ഇതെല്ലാവരും നമ്മൾ ഫണ്ട് ചെയ്യണത് ഒരു ഫോറിൻ കറൻസി വെച്ചാണ്. അപ്പോൾ കറൻസിയുടെ ഒരു അപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ ഇതിനെ ബാധിക്കും. അതേപോലെ തന്നെ ഈ പറഞ്ഞ പ്രോപ്പർട്ടിക്കൊക്കെ എത്രമാത്രം ഒരു വാല്യൂ കൂടും എന്നുള്ളതൊരു കാര്യമാണ്. കാരണം വെച്ചാൽ നമ്മളൊരു 10-20 വർഷം മുന്നൊക്കെ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഡബിളായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു പേഴ്സൻറ്റേജ് റിട്ടേൺ വെച്ച് നോക്കുമ്പോൾ അത്ര വലിയൊരു റിട്ടേൺ ഉണ്ടാവില്ല. അപ്പോൾ ഇത് പലപ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങൾ അനലൈസ് ചെയ്യാതായിരിക്കും പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇനി അടുത്ത 4ാമത്തെ കാര്യം വെച്ചാൽ റിയൽ എസ്റ്റേറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, പക്ഷേ നെക്സ്റ്റ് ജനറേഷന് ഇതിൽ വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഈ നെക്സ്റ്റ് ജനറേഷന് ചിലപ്പോൾ ഏതെങ്കിലും ഫോറിനിൽ പോയി താമസിക്കാനായിരിക്കും. ഈവൻ അവരുടെ എഡ്യൂക്കേഷൻ പോലും നടക്കാൻ പോണത് ഫോറിനിലായിരിക്കും. അപ്പോൾ അവർക്ക് പൈസ കുറച്ചും കൂടി ലിക്വിഡായിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ അമിതമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഫ്ലെക്സിബിലിറ്റി ഭയങ്കരമായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് ഒരു സാധ്യതയുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത കാര്യം വെച്ചാൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈവൻ പറമ്പ് വാങ്ങി വെച്ചാൽ പോലും അത് വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഒരു ധാരണയില്ലാതെ, കൃത്യമായിട്ടൊരു പ്ലാൻ ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് വോണ്ട് ബി എ ഗുഡ് തിങ് ഫോർ യു. അപ്പോൾ ഇതിനും കൃത്യമായിട്ടുള്ളൊരു ധാരണയിൽ വേണം ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, എസ്പെഷ്യലി റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവണം എത്ര പെർസെൻറ്റേജ് ഓഫ് അവർ അസെറ്റ് ഹാസ് ടു ഗോ ഫോർ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതിനെ കുറിച്ചിട്ട്. എന്നിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. എപ്പോഴും ഇനീഷ്യൽ ടൈമിൽ വളരെ ലിക്വിഡായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടോ FDയോ
ഇവൻ ഇപ്പോൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഹൈലി ലിക്വിഡ് ആയിട്ടുള്ളത്, പാർഷ്യലായിട്ട് വിൽക്കാൻ പറ്റിയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു സർട്ടൻ ലെവലായി കഴിയുമ്പോൾ റിയൽ എസ്റ്റേറ്റിലേക്ക് മാറുകയും അതേമാതിരി റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും വളരെ കൃത്യമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു വെൽത്ത് ക്രിയേഷൻ ആണോ, അതിൽ നിന്ന് ഇൻകം കിട്ടാനുള്ളതാണോ, അതേമാതിരി അത് എത്ര ഈസി ആയിട്ട് വിറ്റ് പോകാനായിട്ടുള്ള ചാൻസ് ആണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അതേപോലെ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വേറൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ NRI ഫണ്ട് കൃത്യമായിട്ട് ഒരു ടാക്സബിൾ മണിയായിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ നാട്ടിൽ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫുൾ പൈസ അത് ടാക്സ്ഡ് മണി ആവണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെറിയ വിലയ്ക്ക് നമ്മൾ പേപ്പറിൽ കാണിക്കുകയും പിന്നെ വിൽക്കുന്ന സമയത്ത് അതും ചിലപ്പോൾ കൃത്യമായിട്ട് കാണിക്കാതെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പോൾ ഇത്തരം പൈസകൾ ഇപ്പോൾ നിങ്ങൾക്ക് ഓരോ കാര്യത്തിന് ടാക്സ്ഡായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഒരു കൃത്യമായിട്ടൊരു ടാക്സ് പ്ലാനിങ് എടുത്തിട്ട് കൃത്യമായിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എടുത്തിട്ട് കൃത്യമായിട്ട് ഒരു നമ്മളെന്താണോ ഒരു ഫിനാൻഷ്യൽ ഗോൾസ് ഇത് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആസ് എൻ NRI നമുക്ക് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലാന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് വേണോ വേണ്ടേ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഒരു എല്ലാവർക്കും അവരവരുടെ പോർട്ട്ഫോളിയോ റീലൊക്കേറ്റ് ചെയ്യാനും പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുന്ന ടൈമിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത ദിവസം ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.